മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം മുടിയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 41 1 തൊട്ട് 3 വരെ വായിക്കാം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു. ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ ഇവിടെ തന്നെ അതിനോടനുബന്ധിച്ച് അനുഗ്രഹങ്ങൾ, യഹോവയെ ആദരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അവിടെ തന്നെ പറയുന്നുണ്ട്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കും. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സദൃശവാക്യം 14:20 ഇങ്ങനെ വായിക്കുന്നു: കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവനോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാരെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഈ വാക്യത്തിൽ കാണുന്ന എളിയവൻ നമ്മുടെ കർത്താവ് തന്നെയാണ്. ഇതൊരു മശിഹാ സങ്കീർത്തനമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായ കൃപയെപ്പറ്റി 2 കൊരിന്ത്യർ 8:9 പറയുന്നുണ്ട്. അവനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പാപം ദരിദ്രരാക്കിയ നമ്മെ അവൻ ആദരിച്ച് ഓർത്ത് രക്ഷിച്ചു എന്നത് നാം ഓർക്കണം. അനർത്ഥ ദിവസത്തിൽ യഹോവ അവരെ വിടുവിക്കും. എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാൻ. പൊതുവായ ഈ ലോകത്തിലെ ദരിദ്രനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഏകനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നാം അറിയണം. യഹോവ അവനെ കാക്കും, ജീവനോടെ പാലിക്കും. അവൻ്റെ ജീവനെ യഹോവ കാത്തു സൂക്ഷിക്കും. സമയത്തിന് മുമ്പേ അവനെ കൊല്ലുവാൻ ഹെരോദാവിനോ മറ്റാർക്കോ സാധ്യമല്ല. അവൻ്റെ ജീവനെ എടുക്കുവാൻ ആർക്കും അധികാരമില്ല. അവൻ തന്നെ തൻ്റെ ജീവനെ കൊടുത്തു, അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ അഭിവൃദ്ധി ഉണ്ടാകും. കർത്താവിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ ഇരുന്ന സന്തോഷമാണ്. നാം ഓരോരുത്തരും ആയിരുന്നു ആ സന്തോഷം. നമ്മെ രക്ഷിക്കാനായി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് സ്വമനസാലെ ക്രൂശ് വഹിച്ചു. അല്പനേരത്തേക്ക് പിതാവ് മുഖം മറച്ചു. എന്നാൽ അല്പനേരത്തേക്ക് മറച്ചുവെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്നും ജീവിക്കുന്നു. ഇന്നും അനേകർക്ക് ആശ്വാസമായി തണലായി കാത്തു പരിപാലിക്കുന്ന അനുഭവം നാം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ഈ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും നമുക്ക് ജീവിക്കാം. നമുക്ക് മാതൃക കർത്താവാണ്. നാം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാം. സങ്കീർത്തനം 65:4: നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സംഖ്യാപുസ്തകം 16:5: യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ വിശുദ്ധനാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുത്തവനെ തന്നോട് അടുക്കുമാറാക്കും. സങ്കീർത്തനം 16 കോരഹ് കുടുംബത്തിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. കോരഹും കൂട്ടരും മോശയോട് എതിർത്തപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും താൻ തിരഞ്ഞെടുത്തവരെ തന്നോട് അടുക്കുമാറാക്കും എന്ന് പറഞ്ഞു. അവർ മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തപ്പോൾ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിയതായി നാം വായിക്കുന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ യഹോവയിൽ ആശ്രയിച്ച് ഓടിച്ചെന്ന് യാഗപീഠത്തെ പിടിച്ചതുകൊണ്ട് അവർ മരിച്ചില്ല. പിന്നെ അവർ മുഖാന്തരം അനേക സങ്കീർത്തനങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. താൻ തിരഞ്ഞെടുത്തവരെ തന്നോട് അടുപ്പിച്ചു. നമ്മയും ദൈവം കാലാകാലങ്ങളായി തിരഞ്ഞെടുത്തു. നമ്മൾ ഫലം കായ്ക്കേണ്ടതിന് അവൻ തിരഞ്ഞെടുത്തു. യോഹന്നാൻ 15:16. എളിവരെ ആദരിച്ച് കർത്താവിനെ മാതൃകയാക്കി കർത്താവ് കാണിച്ച പ്രകാരം അനേക സാധുക്കളെ ആദരിച്ചുകൊണ്ട് സൽപ്രവൃത്തികൾ മുമ്പരായി ജീവിക്കാം. തൻ്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന ദൈവമായ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവിനെങ്കിലേക്ക് കടന്നു വന്ന് യഹോവ നല്ലവന് രുചിച്ചറിഞ്ഞുകൊണ്ട്
അവനെ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മൾ ഫലം കായ്ച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.